നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളി വികാരിയെ പള്ളിയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പെരിഞ്ചേരി സ്വദേശിയായ 32 വയസ്സുള്ള ലിയോ പുത്തൂർ. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികളും അറ്റകുറ്റപ്പണിയും സംബന്ധിച്ച NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ MLA നിർദ്ദേശം നൽകി. കക്കത്തട്ടിൽ ജോലി ചെയ്ത് ജീവനമാർഗം കണ്ടെത്തുന്ന ചാവക്കാട് MRM സ്കൂളിലെ +2 വിദ്യാർത്ഥി യദുകൃഷ്ണന് സുമനസ്സുകളുടെ കനിവിൽ വീടൊരുങ്ങുന്നു. വീടും സ്ഥലവും നിർമ്മിച്ചു നൽകാനുള്ള ഫണ്ട് ശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളി വികാരിയെ പള്ളിമേടയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ചേരി സ്വദേശിയായ 34 വയസ്സുള്ള ലിയോ പുത്തൂരാണ് മരിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 2 പതിയാരം പള്ളിയിൽ വികാരിയായി ചുമതലയേറ്റത്. പള്ളിയിലെ വികാരിയുടെ കിടപ്പുമുറിയിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പള്ളിമണി അടിക്കുന്നതിനായി കപ്പിയാർ വൈദികനെ അന്വേഷിക്കുകയായിരുന്നു. കിടപ്പുമുറിയുടെ വാതിലിൽ തട്ടിനോക്കിയെങ്കിലും പ്രതികരണമുണ്ടായില്ല. വിവരമറിയിച്ചതിനെ തുടർന്ന് കൈക്കാരനെത്തി കിടപ്പുമുറിയുടെ പുറകിലെ ജനലിലൂടെ നോക്കിയപ്പോഴാണ് വൈദികനെ ഫാനിൽ കയറുപയോഗിച്ച് തൂങ്ങി നിൽക്കുന്നതായി കണ്ടത്. വിവരമറിഞ്ഞ ഇടവക വിശ്വാസികളും നാട്ടുകാരും പള്ളിയിൽ തടിച്ചുകൂടി. തൃശൂർ അതിരൂപത വികാരി ജനറൽ ജോസ് കോന്നിക്കര, ഫിനാൻസ് ഓഫീസർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, എരുമപ്പെട്ടി ഫൊറോന പള്ളി വികാരി ജോഷി ആളൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ പൂർത്തിയാക്കി. ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പെരിഞ്ചേരി പുത്തൂർ ഡേവിസ് ലിസി ദമ്പതികളുടെ മകനാണ്. 6 വർഷം മുൻപാണ് വൈദിക പട്ടം സ്വീകരിച്ചത്. ആദ്യമായി വികാരിയായി ചുമതലയേൽക്കുന്നത് എരുമപ്പെട്ടി പതിയാരം പള്ളിയിലാണ്. സ്ഥലം മാറ്റത്തിന് അപേക്ഷ നൽകിയിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ലിസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. കടുത്ത പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അലട്ടിയിരുന്നതായും പറയുന്നു. യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഞമ്മനേങ്ങാട് കരുവാൻപറമ്പ് നിവാസിയായ മൂത്തേടത്ത് സുനിലിനെയാണ് നായരങ്ങാടി ഗുഡ്സ് ഓട്ടോ സ്റ്റാൻഡിന് പിൻവശത്തെ ഒഴിഞ്ഞ പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. രാജേശ്വരിയാണ് ഭാര്യ. ശ്രീഹരി, ശബരി എന്നിവർ മക്കളാണ്. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികളും അറ്റകുറ്റപ്പണിയും സംബന്ധിച്ച NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ MLA കർശന നിർദ്ദേശം നൽകി. ചേറ്റുവ സ്കൂളിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു വരുന്നതായി LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ കോട്ടക്കടപ്പുറം സ്കൂളിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കം ചെയ്തതായും പുതിയ കെട്ടിട നിർമ്മാണത്തിനുള്ള പ്രാഥമിക നടപടികൾ സ്വീകരിച്ചതായും PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കടപ്പുറം പഞ്ചായത്തിലെ ഇരട്ടപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിന്റെ മുകൾ നിലയിലെ കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾ മെയ് 30 പൂർത്തീകരിക്കുന്നതിന് PWD കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് MLA കർശന നിർദ്ദേശം നൽകി. ചാവക്കാട് മണത്തല സ്കൂളിന്റെ കെട്ടിട നിർമ്മാണം ജൂൺ 2 വാരത്തിൽ പുനരാരംഭിക്കുമെന്ന് നിർവഹണ ഏജൻസിയായ കിറ്റ്കോ യോഗത്തെ അറിയിച്ചു. പുന്നിയൂർ പഞ്ചായത്ത് ഗവൺമെന്റ് LP സ്കൂളിന്റെ 2ാം ഘട്ട പ്രവൃത്തികൾക്ക് ഭരണാനുമതി ലഭ്യമായതായും കുരഞ്ഞിയൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെയും പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ GHS സ്കൂളിൽ കൊച്ചന്നൂരിലെ ലാബ് കെട്ടിടത്തിന്റെ ബാക്കി പ്രവൃത്തികൾ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരുന്നതായും 3 മാസത്തിനകം പൂർത്തീകരിക്കാനാകുമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. കൊച്ചന്നൂർ ഹൈസ്കൂളിലെ ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തിയും യാർഡ് ടൈലിംഗും സമയബന്ധിതമായി നടപ്പിലാക്കണമെന്ന് MLA നിർദ്ദേശം നൽകി. പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ കടിക്കാട് സ്കൂളിന്റെ കിച്ചൺ നിർമ്മാണം ഈ മാസം തന്നെ പൂർത്തീകരിക്കുന്നതിന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ചെറായി ഗവൺമെന്റ് UP സ്കൂളിന് പുതിയ കെട്ടിട നിർമ്മാണത്തിനുള്ള പ്രപ്പോസൽ സർക്കാരിൽ സമർപ്പിച്ചതായി MLA പറഞ്ഞു. യോഗത്തിൽ ചാവക്കാട് നഗരസഭാ ചെയർമാൻ ഷീജ പ്രശാന്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ,
ജാസ്മിൻ ഷഹീർ, ബിന്ദു സുരേഷ്, NMK നബീൽ, സാലിഹ ഷൌക്കത്ത്, വിദ്യാകിരണം കോർഡിനേറ്റർ രമേശ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ, വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, കിറ്റ്കോ പ്രതിനിധി, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിയർ ഗൈഡൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC വിജയിച്ച വിദ്യാർത്ഥികൾക്ക് +2 അഡ്മിഷന് മാർഗനിർദ്ദേശം നൽകുന്നതിനായി ഫോക്കസ് പോയിന്റ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി SI ആൻഡോ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ SMC ചെയർമാൻ VS ശ്രീജൻ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പാൾ ഷീബ ജോസ്, ഹെഡ്മിസ്ട്രസ് ബീന ജേക്കബ്, കരിയർ ഗൈഡ് KB ബിന്ദു, സ്കൂൾ ലീഡർ നന്ദ K നായർ എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി ചൊവ്വന്നൂർ ബ്ലോക്ക് തല പാചക മത്സരം സംഘടിപ്പിച്ചു. കുന്നംകുളം മിനി ഹാളിൽ നടന്ന മത്സരങ്ങളുടെ സമാപന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശശികല അനിരുദ്ധൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T സോമശേഖരൻ, സജിനി പ്രേമൻ, PI ഷെബീർ, CDS ചെയർപേഴ്സൺമാരായ സുജിഷ മനീഷ്, ഷിജി നികേഷ്, സുജാത CK, ജിഷ സുനിൽ, പുഷ്പലത, ശ്രീജ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. മത്സരങ്ങളിൽ പുട്ടുപാചകത്തിൽ കടവല്ലൂർ CDSലെ ബിന്ദു ഉണ്ണിയും, കേക്കിൽ സീനത്തും, ജ്യൂസിൽ പോർക്കുളം CDSലെ ബിന്ദു സന്തോഷും, പായസ മത്സരത്തിൽ രജിതയും 1ാം സ്ഥാനം നേടി. സ്നാക്സിൽ കുന്നംകുളം CDS 1ലെ ബാനുജത്തിനാണ് 1ാം സ്ഥാനം. കക്കത്തട്ടിൽ ജോലി ചെയ്ത് ജീവനമാർഗം കണ്ടെത്തുന്ന ചാവക്കാട് MRM സ്കൂളിലെ +2 വിദ്യാർത്ഥി യദുകൃഷ്ണന് സ്വന്തമായി വീടും സ്ഥലവും ഒരുക്കാനുള്ള ഫണ്ട് ശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, യദുകൃഷ്ണൻ വെൽഫെയർ സമിതി ചെയർമാനും സ്കൂൾ മാനേജറുമായ MU ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പാൾ MD ഷീബ, പ്രധാനാധ്യാപിക M സന്ധ്യ, MA സീബു, PTA പ്രസിഡന്റ് ഷൈബി വത്സൻ, വൈസ് പ്രസിഡന്റ് സിറാജ്, സ്റ്റാഫ് അംഗങ്ങൾ, സ്റ്റാഫ് സെക്രട്ടറി P ഷീജ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടവല്ലൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS മണികണ്ഠൻ, ഫാർമസിസ്റ്റ് അൻസൽന തുടങ്ങിയവർ സംസാരിച്ചു. ആയുഷ് വകുപ്പിന്റെ ദൃഷ്ടി പദ്ധതിയുടെ ഭാഗമായി തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നേത്രരോഗ വിഭാഗത്തിലെ ഡോക്ടർമാരും ഓപ്റ്റോമെട്രിസ്റ്റുകളും ചേർന്ന് ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി രോഗനിർണയ പരിശോധനകൾ നടത്തി. 50 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ചാവക്കാട് നടക്കുന്ന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി സ്വാഗത സംഘം പ്രവർത്തനം ആരംഭിച്ചു. ചാവക്കാട് സെന്ററിൽ തുറന്ന ഓഫീസ് CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ TT ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, യൂണിയൻ ജില്ലാ സെക്രട്ടറി NK അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ്, യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PA രാമദാസ്, AH അക്ബർ, മാലിക്കുളം അബ്ബാസ്, PS അശോകൻ, ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KM അലി, ജില്ലാ വൈസ് പ്രസിഡന്റ് TM ഹനീഫ എന്നിവർ സംസാരിച്ചു. കേച്ചേരി ഗ്രാമീണ വായനശാലയുടെ നവതി ആഘോഷങ്ങൾക്ക് വ്യാഴാഴ്ച തുടക്കമാകും. 1 വർഷം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് വായനശാലയുടെ നവതി ആഘോഷം സംഘടിപ്പിക്കുന്നത്. തലമുറകളെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചാനയിച്ച കേച്ചേരിയിലെ ഗ്രാമീണ വായനശാല നവതിയുടെ നിറവിൽ. മെയ് 15 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലായി കേച്ചേരി പൊലിക എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന നവതി ആഘോഷം യൂസഫലി കേച്ചേരിയുടെ നാമധേയത്തിൽ സജ്ജമാക്കുന്ന വേദിയിൽ 15 വൈകിട്ട് 5 മണിക്ക് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക സദസ്സ്, ഗസൽ നിലാവ്, നാടകരാവ്, സെമിനാറുകൾ, സംവാദങ്ങൾ, വനിതാ സംഗമം, ഫുഡ് ഫെസ്റ്റ്, മെഹന്തി ഫെസ്റ്റ്, കായിക മത്സരങ്ങൾ, അനുമോദന സദസ്സുകൾ, കരിയർ ഗൈഡൻസ്, ലഹരി വിരുദ്ധ കൂട്ടായ്മ, സാഹിത്യ മത്സരങ്ങൾ, ചിത്രരചനാ മത്സരങ്ങൾ, സംസ്ഥാനതല ചെസ് ടൂർണമെന്റ് തുടങ്ങിയ വിപുലമായ പരിപാടികളോടെയാണ് വായനശാലയുടെ നവതി ആഘോഷം സംഘടിപ്പിക്കുന്നത്. 18-ന് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുരളി പെരുന്നെല്ലി MLA നിർവഹിക്കും. വിവിധ ദിവസങ്ങളിലായി ഡബ്ബ ബീറ്റ് മ്യൂസിക്കൽ ബാൻഡ്, അലോഷി പാടുന്നു ഗസൽ രാവ്, മുച്ചീട്ടു കളിക്കാരന്റെ മകൾ നാടകാവതരണം എന്നിവ അരങ്ങേറും.
കുന്നംകുളത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി രക്ഷാധികാരികളായ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ആൻസി വില്യംസ്, ജനറൽ കൺവീനർ PB അനൂപ്, ജോയിന്റ് കൺവീനർ PM ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനതല ചെസ് മത്സരത്തോടു കൂടിയാണ് ഞങ്ങളുടെ തുടക്കം. പ്രതീക്ഷിച്ചതിൽ നിന്ന് പ്രതീക്ഷകൾക്കപ്പുറത്തായി നല്ല പങ്കാളിത്തത്തോടു കൂടി അത് വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഏതാണ്ട് 300-ലധികം വരുന്ന മത്സരാർത്ഥികൾ മാത്രം അതിനകത്ത് പങ്കെടുക്കുന്ന സ്ഥിതിയുണ്ടായി. തുടർന്നാണ് 15, 16, 17, 18 തീയതികളിൽ കേച്ചേരി പൊലിക എന്നുള്ള രീതിയിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിനകത്ത് സാംസ്കാരിക സദസ്സുണ്ട്. കേരളത്തിലെ തന്നെ പ്രശസ്തമായ ഗസൽ ഗായകൻ അനൂഷി പങ്കെടുക്കുന്ന ഗസൽ നിലാവുണ്ട്. തിരുവനന്തപുരം തപസ്സയുടെ മുച്ചീട്ടുകാരിക്കാരുടെ മകൾ എന്ന നാടകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലീത്തയുമായ ആബുൻ മോർ ബസേലിയോസ് ജോസഫ് ബാവയെ സന്ദർശിച്ചു. തിരുവാങ്കുളം ക്രിന്ത്യ സെമിനാരി കാതോലിക്കാസ് റെസിഡൻസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, അൽമായ ട്രസ്റ്റി ഗീവർ മാണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രണയവും സൗഹൃദവും ഓർമ്മിപ്പിച്ച് ഗുൽമോഹർ. വഴിയോരങ്ങളിലെങ്ങും ചുവപ്പണിഞ്ഞ് ഗുൽമോഹർ വസന്തം മുഴക്കുമ്പോൾ കാഴ്ചക്കാരുടെ മനവും കാവ്യാർദ്രമാകും. വേനലിൽ പൂത്തുവിടർന്ന് വസന്തത്തോടെ കൊഴിഞ്ഞില്ലാതാവുന്നവയാണ് ഗുൽമോഹർ പൂക്കൾ. പ്രണയവും സൗഹൃദവും ബാല്യകൗമാരവും മാത്രമല്ല, വിപ്ലവവും ഓർമ്മിപ്പിക്കുന്നതാണ് ഗുൽമോഹർ പൂക്കൾ. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ മരങ്ങൾ പൂവണിയുന്നത്. പാതയോരങ്ങൾക്ക് അഴകായി പൊഴിഞ്ഞുകിടക്കുന്ന പൂക്കൾ ഗൃഹാതുര ഓർമ്മകളും കൂട്ടിച്ചേർത്തു. കുരിശിലേറിയ യേശുവിന്റെ രക്തം പടർന്നാണ് ഗുൽമോഹർ പൂക്കൾ ചുവപ്പണിഞ്ഞത് എന്നാണ് വിശ്വാസം. കുരിശിന് ചുവട്ടിലായി രാജകീയ പോയിൻസിയാന മരമുണ്ടായിരുന്നെന്നും യേശുവിന്റെ വിശുദ്ധരക്തം മരത്തിൽ വിരിഞ്ഞ പൂക്കളിൽ ചൊരിയപ്പെട്ടാണ് രക്തവർണമായതെന്നും ക്രിസ്തീയ സമൂഹം വിശ്വസിക്കുന്നു. ഡെലോനിക്സ് റീജിയ എന്നതാണ് ശാസ്ത്രീയ നാമം. അലസിപ്പൂമരമെന്നും വിളിക്കുന്ന വൃക്ഷത്തിലാണ് ഗുൽമോഹർ പൂക്കൾ ഉണ്ടാവുന്നത്. അധികം ബലമില്ലാത്ത ശാഖകളിലാണ് പൂക്കൾ വിരിയുന്നത്. മഴക്കാലത്ത് ചില്ലകൾ താനെ അടർന്ന് വഴികളിൽ വീഴുന്നത് പതിവാണ്. സൂര്യപ്രകാശം ആവശ്യമുള്ള പൂക്കൾക്ക് ചെറുവരൾച്ചയും അതിശൈത്യവുമെല്ലാം താങ്ങാൻ സാധിക്കും. ആഴത്തിൽ വേരുകളിറങ്ങാത്ത ഗുൽമോഹറിന്റെ ചുവട് മറ്റു മരങ്ങൾ വളരുകയില്ല. വേരിൽ നിന്ന് പുതുഗുൽമോഹർ ചെടികൾ ഉണ്ടാവുന്നതും മറ്റൊരു പ്രത്യേകതയാണ്. നിസാൽപിനിയേസി എന്ന സസ്യവർഗത്തിൽപ്പെട്ട ഗുൽമോഹർ, ഗോൾഡ് മോഹർ എന്നിങ്ങനെ ഒട്ടേറെ പേരുകളിൽ പ്രസിദ്ധമാണ്. കേരളത്തിൽ വാഗപ്പൂമരമെന്നും വിളിക്കാറുണ്ട്. കടുത്ത വേനലിൽ പൂത്തുവിരിയുന്ന മരങ്ങൾ ദിവസങ്ങളോളം അതിന്റെ മനോഹാരിത പടർത്തും. തുടർന്ന് വർഷക്കാലത്തിന്റെ വരവോടെ അനിവാര്യമായ പതനം പോലെ കൊഴിഞ്ഞ് ഇവ ഇല്ലാതാകുന്നു. ആർക്കോ വേണ്ടി വിരിഞ്ഞ് അനാഥത്വത്തോടെ കൊഴിഞ്ഞു പോകുന്ന ഗുൽമോഹർ മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളുടെ നിറവ് കൂടിയാണ്. കടപ്പുറം പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് യൂണിഫോമുകൾ വിതരണം ചെയ്തു. യൂണിഫോം വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ അധ്യക്ഷനായി. പഞ്ചായത്ത് ഡിജിറ്റൽ ഹാളിൽ നടന്ന ചടങ്ങിൽ കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ ജയൻ, മെമ്പർമാരായ AV അബ്ദുൽ ഗഫൂർ, സമീറ ഷെരീഫ്, റാഹില വഹാബ്, മുഹമ്മദ് നാസിഫ്, സെക്രട്ടറി ET റാഫി, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സിനോജ്, ചിത്ര, ഹരിതകർമ്മസേന കോർഡിനേറ്റർ അമൽജിത്ത്, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 പേർക്കായി 2 യൂണിഫോം വീതമാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള നാഗലശ്ശേരിയിലെ മാങ്ങാട്ടുകുളത്തിന്റെ നവീകരണം പൂർത്തിയായി. 1 കോടി രൂപ ചെലവഴിച്ചാണ് കുളം നവീകരണം പൂർത്തിയാക്കിയത്. നാഗലശ്ശേരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയാണ് മാങ്ങാട്ടുകുളം. ഏകദേശം 1 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് ഈ കുളം വിശാലമായി കിടക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പര്യടന സമയത്ത് സ്ഥാനാർത്ഥിയായിരുന്ന മന്ത്രി MB രാജേഷ് പ്രദേശത്തെത്തിയപ്പോഴാണ് അവിടെയുള്ള കൃഷിക്കാരും നാട്ടുകാരും
കുളത്തിന്റെ പ്രത്യേകതയും നവീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തിയത്. തീർത്തും നാശോന്മുഖമായ അവസ്ഥയിലുള്ള ഈ ജലസംഭരണിയെ നിലനിർത്താനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് അന്ന് വാഗ്ദാനം നൽകിയതായിരുന്നു മന്ത്രി. 40 ഹെക്ടറിലധികം വരുന്ന കൃഷിസ്ഥലത്ത് ജലസേചനം ലഭ്യമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് കുളിക്കുന്നതിനും മറ്റും ഈ കുളം ഉപയോഗപ്രദമാക്കാൻ കഴിയും. 2023-24 വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് നാഗലശ്ശേരി പഞ്ചായത്തിലെ ചെറുചാൽ പ്രദേശത്തെ കുളത്തിന്റെ നവീകരണത്തിന് 1 കോടി രൂപ നീക്കിവച്ചിരുന്നത്. അതിന്റെ നവീകരണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. സുസ്ഥിര ത്രിതാലയുടെ ഭാഗമായി ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിലായി കുളങ്ങളും ജലസംഭരണികളും നവീകരിക്കുന്നുണ്ട്. 84 ലക്ഷം രൂപ വകയിരുത്തി കപ്പൂർ പഞ്ചായത്തിലെ ചിറാക്കുളത്തിന്റെയും 75 ലക്ഷം രൂപ ചെലവഴിച്ച് പരുതൂർ പഞ്ചായത്തിലെ കൊടിക്കുന്ന് ക്ഷേത്രക്കുളത്തിന്റെയും പ്രവർത്തികളും നടന്നുവരുന്നുണ്ട്. നാഗലശ്ശേരിയിലെ മാങ്ങാട്ടുകുളത്തിന് 100 വർഷത്തിലധികം പഴക്കമുണ്ട്. കുളം കാടുപിടിച്ചും പായൽ നിറഞ്ഞും പാർശ്വഭിത്തികളിടിഞ്ഞും നാശത്തിന്റെ വക്കിലായിരുന്നു. ഒരു കാലത്ത് പ്രദേശത്തുകാർക്ക് കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും വലിയ ആശ്രയമായിരുന്നു മാങ്ങാട്ടുകുളം. കുളത്തിലെ ചെളി മുഴുവനായും നീക്കം ചെയ്ത് ആഴം വർദ്ധിപ്പിക്കൽ, ചുറ്റുഭാഗവും പുതിയ പടവുകൾ, പാർശ്വഭിത്തി നിർമ്മാണം, സംരക്ഷണവേലി നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നവീകരണത്തിന്റെ ഭാഗമായി നടത്തിയത്. കുളത്തിന്റെ നിർമ്മാണം വേനലവധി കാലത്തുതന്നെ പൂർത്തിയായതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ. പുനർനിർമ്മാണം നടത്തിയ ഒരുമനയൂർ വക്കീൽ ഗ്രാമം റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി രവീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ടി ഫിലോമിന ടീച്ചർ, മെമ്പർമാരായ ഹസീന അൻവർ, സിന്ധു അശോകൻ, ആരിഫ ജുഫയർ, ബിന്ദു ചന്ദ്രൻ, കെ ജെ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. 2025-26 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5,33,000 രൂപ ചെലവഴിച്ചാണ് വക്കീൽ ഗ്രാമം റോഡ് പുനരുദ്ധാരണം ചെയ്തത്. ശോചനീയാവസ്ഥയിലായിരുന്ന റോഡിലൂടെയുള്ള യാത്ര ജനത്തിന് ദുരിതപൂർണമായിരുന്നു. ഇനിയും റോഡിന്റെ ബാക്കിയുള്ള പുനരുദ്ധാരണ പ്രവൃത്തിക്കായി 4 ലക്ഷം രൂപ വകയിരുത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. CPI ജന്മശതാബ്ദിയുടെ ഭാഗമായി മെയ് 18-ന് നാമാസ് ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്ന ചരിത്ര നാടകമായ പാട്ടബാക്കിയുടെ പുനരാവിഷ്കരണ പരിശീലന ക്യാമ്പ് നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമനും പത്നി ഗീത ശ്രീരാമനും സന്ദർശിച്ചു. പൂമുഖം ഭാരവാഹികളായ അഷ്റഫ് പേങ്ങാട്ടയിൽ, ഉസ്മാൻ പള്ളിക്കരയിൽ, CPI ലോക്കൽ സെക്രട്ടറി സുധീഷ് അമരായിൽ, ടി ഭാസ്കരൻ, VM മനോജ്, ബിജു കണ്ടമ്പുള്ളി, നാടക സംവിധായകൻ ബാബു വൈലത്തൂർ എന്നിവരും ഉണ്ടായിരുന്നു. റോഡരികിലെ തണൽ വൃക്ഷം യാത്രികർക്ക് ഭീഷണിയാകുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ചൂണ്ടൽ ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള കൂറ്റൻ ഉങ്ങുമരമാണ് യാത്രികർക്ക് ഭീഷണിയായി മാറിയിട്ടുള്ളത്. വർഷങ്ങളായി റോഡരികിലായി സ്ഥിതി ചെയ്യുന്ന മരത്തിന്റെ ശിഖരങ്ങൾ റോഡിലേക്കായാണ് വളർന്നു നിൽക്കുന്നത്. ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ സ്ഥിരമായി ഈ ശിഖരങ്ങളിൽ ഇടിച്ച് അപകടമുണ്ടാകുന്നതും പതിവാണ്. രാത്രികാലങ്ങളിലാണ് അപകടങ്ങളേറെയും. കഴിഞ്ഞ ദിവസം രാത്രിയും വാഹനമിടിച്ച് മരത്തിന്റെ കൊമ്പൊടിഞ്ഞു തൂങ്ങുന്ന സ്ഥിതിയുണ്ടായി. കുന്നംകുളത്ത് നിന്ന് അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് ശിഖരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം സുഗമമാക്കിയത്. ചൂണ്ടൽ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് നിൽക്കുന്ന മരം ചെരിഞ്ഞ് മേൽക്കൂരയിൽ തട്ടിയതുമൂലം ബസ് സ്റ്റോപ്പും ചെരിഞ്ഞ അവസ്ഥയിലാണ്. മഴക്കാലമാകുന്നതോടെ മരം ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് വീഴുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികളും യാത്രക്കാരും. 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന സംസ്ഥാന പാതയോട് ചേർന്ന് നിൽക്കുന്ന മരം വീണാൽ വൻ അപകടമാണ് സംഭവിക്കുക എന്നും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും മരം മുറിച്ചുമാറ്റാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും പ്രദേശവാസി പറഞ്ഞു. ഈ മരം 3-ാമത്തെ പ്രാവശ്യമാണ് ഇതിന് ഒടിഞ്ഞിട്ട് ഫയർഫോഴ്സുകാർ കൊമ്പൊക്കെ മാറ്റിയത്. പിന്നെ ഇതിന്റെ കൊമ്പൊന്ന് വാഹനങ്ങൾ ഇടിച്ചിട്ട് എന്നും പ്രശ്നം തന്നെയാണ്. ഈ മരത്തിന്റെ കുഴപ്പത്തിന് നല്ല പഴക്കമുണ്ട്. ഇത് മുറിച്ചു മാറ്റാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അധികരിക്കുകയാണ്. സ്കൂളുകൾ തുറക്കാൻ പോകുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്ത് അടിയന്തരമായി മരം മുറിച്ചു മാറ്റാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിരവധി തവണ മരത്തിന്റെ കൊമ്പുകൾ വാഹനമിടിച്ച് പൊട്ടിവീഴുന്നതും ഭാരം താങ്ങാനാകാതെ മരം വശത്തേക്ക് ചെരിയുന്നതും വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. അണ്ടത്തോട് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സമിതി പാപ്പാളി കുമാരൻപടി ക്ലസ്റ്ററിൽ സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ആലോചനാ യോഗം നടത്തി. ഇബ്രാഹിം മസ്ജിദ് ഇമാമും ദാരുസലാം മദ്രസ സദറുമായ ഷെഫീഖ് ഫാളിലി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് VK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പാപ്പാളി ദാരുസലാം മദ്രസയിൽ നടത്തിയ യോഗത്തിൽ മെയ് 23-ന് വൈകിട്ട് 4:30-ന് പ്രിയദർശിനി റോഡിൽ പീപ്പിൾ ഫൗണ്ടേഷൻ പരിസരത്ത് പോലീസ്, എക്സൈസ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ബോധവൽക്കരണം നടത്താൻ തീരുമാനിച്ചു. മഹല്ല് കമ്മിറ്റി മെമ്പർ റൌഫ്, ലഹരി വിരുദ്ധ സമിതി കൺവീനർ അബ്ദുസമദ് അണ്ടത്തോട്, പഞ്ചായത്ത് അംഗം KH ആബിദ്, മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഓട്ടോറിക്ഷയിൽ നിന്നും വലിയ തോതിൽ പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. വല്ലപ്പുഴ ചൂരക്കോടായിരുന്നു സംഭവം.
വല്ലപ്പുഴ ചൂരക്കോടാണ് ഓട്ടോറിക്ഷയിൽ നിന്നും പുക ഉയരുന്നത് കണ്ടത്. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. പട്ടാമ്പി ഭാഗത്തു നിന്നും ചൂരക്കോട് ഭാഗത്തേക്ക് വീഴുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ നിന്നും പുക ഉയർന്നതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലായി. യന്ത്ര തകരാറാണ് പുക ഉയരാൻ കാരണമെന്നാണ് മനസ്സിലായത്. ഏറെ നേരം പുക നീണ്ടുനിന്നു. മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ചാവക്കാട് ഓവുങ്ങൽ മലർവാടി ബാലോത്സവം സംഘടിപ്പിച്ചു. കവയത്രി ഷൈനി സൈദ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ റിംഷി നിയാസ് അധ്യക്ഷത വഹിച്ചു. അക്ബർ പെലമ്പാട്ട്, സത്യൻ ഓവുങ്ങൽ, അബ്ബാസ്, PC നിയാസ്, ജുനിത ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുട്ടികളുടെ സമഗ്ര വിജ്ഞാന വികാസം ലക്ഷ്യമിട്ട് ചാവക്കാട് BRCയുടെ കീഴിലെ വിദ്യാലയങ്ങളിൽ നടത്തുന്ന അധ്യാപക ശാക്തീകരണ പരിപാടിക്ക് മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ചാവക്കാട് നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയശ്രീ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഡയറ്റ് ഫാക്കൽറ്റി മുഹമ്മദ് റാഫി, ദീപക്, പ്രധാന അധ്യാപിക സിസ്റ്റർ എൽസ ആൻഡോ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ സംഗീത സ്വാഗതവും ജ്യോത്സന നന്ദിയും പറഞ്ഞു. ചാവക്കാട് BRCയുടെ കീഴിലെ 4 വിദ്യാലയങ്ങളിൽ 27 ബാച്ചുകളിലായാണ് 5 ദിവസത്തെ അധ്യാപക ശാക്തീകരണ പരിപാടി നടത്തുന്നത്. മാംസവ്യാപാര തൊഴിലാളി യൂണിയൻ CITU മെമ്പർഷിപ്പ് ജില്ലാതല ക്യാമ്പയിന് ചാവക്കാട് തുടക്കമായി. CITU ഏരിയ സെക്രട്ടറി AS മനോജ് ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ TR റൌഫ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി PA സിദ്ദിഖ് അംഗത്വ കാർഡ് വിതരണം ചെയ്തു. യൂണിയൻ ഏരിയ സെക്രട്ടറി V ഹനീഫ സ്വാഗതവും KU അയൂബ് നന്ദിയും പറഞ്ഞു. MSF പുന്നയൂർ പഞ്ചായത്ത് പ്രതിനിധി സമ്മേളനം മന്നലാംകുന്ന് നന്മ സെന്റർ PK ചേക്കു ഹാജി നഗറിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി C അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K നൌഫൽ അധ്യക്ഷത വഹിച്ചു. MSF നിയോജക മണ്ഡലം പ്രസിഡന്റ് അജ്മൽ മുഖ്യാതിഥിയായി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി KK ഹംസക്കുട്ടി, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് M കുഞ്ഞു മുഹമ്മദ്, ജനറൽ സെക്രട്ടറി TK ഉസ്മാൻ, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ AV അലി, അസീസ് മന്നലാംകുന്ന്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി KM ഷാജഹാൻ, നിയോജക മണ്ഡലം സെക്രട്ടറി KB ബാദുഷ, പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ ഹുസൈൻ എടയൂർ തുടങ്ങിയവർ സംസാരിച്ചു. MSF പഞ്ചായത്ത് ഭാരവാഹികളായി MR ഷർഫീഖ് പ്രസിഡന്റ്, KA മുഹമ്മദ് അൻഷിഫ് ജനറൽ സെക്രട്ടറി, MR റിൻഷാദ് ട്രഷറർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ 20 വർഷമായി പ്രമേഹ ചികിത്സയിൽ മികവാർന്ന സേവനം നടത്തുന്ന കുന്നംകുളം സൗത്ത് സോൺ ആൻഡ് പേട്രിയാറ്റിക് ആശുപത്രിയുടെ മേധാവിയും പ്രശസ്ത പ്രമേഹവാത രോഗവിദഗ്ധനുമായ ഡോക്ടർ ഷമീർ C സുലൈമാന്റെ നേതൃത്വത്തിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. തൃശൂർ ഹയാത്ത് റീജിയണിൽ ഡോക്ടർ APS സുരി, ഡോക്ടർ ഹരീഷ് കുമാർ എന്നിവർ ചേർന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഓരോ വിഷയങ്ങളിലും പ്രഗത്ഭരും പ്രശസ്തരുമായ ഇന്ത്യയിലും വിദേശത്തും സേവനമനുഷ്ഠിക്കുന്നവരുമായി 26 ഡോക്ടർമാർ പ്രബന്ധം അവതരിപ്പിച്ച് ക്ലാസുകൾ നയിച്ചു. പ്രമേഹപാത രോഗികളിൽ മുറിവുകൾ ഉണങ്ങാതെ പാദങ്ങൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളെപ്പറ്റി ഡയബറ്റീസ് ആൻഡ് പോഡിയാട്രിക് ആശുപത്രിയിൽ നടത്തിയ ദീർഘനാളത്തെ പഠന റിപ്പോർട്ട് സൗത്ത് സോൺ ആശുപത്രിയിലെ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ലെറീറ്റ ചീരൻ പ്രബന്ധമായി അവതരിപ്പിച്ചു. 300ഓളം ഡോക്ടർമാർ സെമിനാറിൽ പങ്കെടുത്തു. സെമിനാറിന്റെ ഭാഗമായി പാദരോഗങ്ങളാൽ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 6 നിർധന രോഗികൾക്ക് 1 ലക്ഷം രൂപ ചെലവ് വരുന്ന ചികിത്സ സൗജന്യമായി നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,805 രൂപ, പവന് 70,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചരമം തിരുത്തിക്കാട് ചാണയിൽ വീട്ടിൽ പരേതനായ ചന്ദ്രൻ ഭാര്യ ശാന്ത നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പരേതനായ വിനോദ്, സന്തോഷ്, രഞ്ജുള എന്നിവർ മക്കളാണ്. പിള്ളക്കാട് സ്കൂളിന് സമീപം താമസിക്കുന്ന നെടിയടത്ത് പരേതനായ ആലി അഹമുണ്ണി ഭാര്യ അഴിയത്ത് ഖദീജക്കുട്ടി നിര്യാതയായി. 84 വയസ്സായിരുന്നു. ഖബറടക്കം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് പിള്ളക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. സുഹറ, ബഷീർ, സഫിയ, ഇക്ബാൽ, നൌഷാദ് എന്നിവർ മക്കളാണ്. മുണ്ടൂർ മൈലാൻകുളത്ത് താമസിക്കുന്ന മമ്മവളപ്പിൽ രാജൻ ഭാര്യ സുഷമ നിര്യാതയായി. സംസ്കാരം കൈപ്രമ്പ് പഞ്ചായത്ത് ശ്മശാനത്തിൽ നടന്നു. ജിഷ, ഷിജി, ഷിനോജ് എന്നിവർ മക്കളാണ്. കുന്നംകുളം YMCA റോഡ് HCC GUP സ്കൂളിന് സമീപം പരേതനായ കോലാടി താത്തു മകൻ ജോർജ് നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടക്കും. റോയ്, റീന എന്നിവർ മക്കളാണ്.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് പള്ളി വികാരിയെ പള്ളിയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പെരിഞ്ചേരി സ്വദേശിയായ 32 വയസ്സുള്ള ലിയോ പുത്തൂർ. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികളും അറ്റകുറ്റപ്പണിയും സംബന്ധിച്ച് NK അക്ബർ MLA അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കാൻ MLA നിർദ്ദേശം നൽകി. കക്കത്തട്ടിൽ ജോലി ചെയ്ത് ജീവനമാർഗം കണ്ടെത്തുന്ന ചാവക്കാട് MRM സ്കൂളിലെ +2 വിദ്യാർത്ഥി യദുകൃഷ്ണന് സുമനസ്സുകളുടെ കനിവിൽ വീടൊരുങ്ങുന്നു. വീടും സ്ഥലവും നിർമ്മിച്ചു നൽകാനുള്ള ഫണ്ട് ശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂറ്റനാട് പടിഞ്ഞാക്കര മാടമ്പി ഭാര്യ കൊച്ചിയുടെ ചരമവാർഷികം ആചരിച്ചു. പരേതയുടെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.